റോസ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നറിയോ? നമ്മൾ നല്ല പ്രകൃതിദത്തമായ റോസ് വാട്ടർ ഉണ്ടാക്കുന്നത്. ഇത് റോസ് പൂ, ഈ പനിനീർ പൂവാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു കീടനാശിനിയോ ഒന്നും പൂക്കാൻ വേണ്ടിയുള്ള ആ മരുന്നൊന്നും അടിക്കാത്ത പൂവാണിത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ ഈ പൂ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കൊന്നും വേണ്ട കേട്ടോ. വെള്ളം തിളക്കൊന്നും വേണ്ട. അത് നന്നായി ഒന്ന് ചൂടായ ശേഷം ഈ പൂക്കൾ കഴുകി വൃത്തിയാക്കിയിരിക്കണേ. ഇത് കീടാണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെടികളിൽ വല്ല പാറ്റ പുഴുവൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇത് കഴുകി വെച്ചതാണ് പൂവാണ്. ഇതിൻ്റെ ഇതളൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ വെള്ളത്തിലിടുക. എന്നിട്ട് തിളയ്ക്കാൻ പാടില്ല, വെള്ളം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളയ്ക്കാത്ത മുമ്പ് അത് ഓഫാക്കണം. ഇതാ വെള്ളം തിളയ്ക്കാത്ത മുമ്പ് ഓഫാക്കി. അപ്പോൾ ഇത് ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇതാ വൈറ്റ് കളറായി. ഇതിൻ്റെ ആ കളറൊക്കെ ആ വെള്ളത്തിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് മൂടി വെക്കണം. നമ്മൾ ഇത് മൂടി വെക്കണം. ആവി പുറത്ത് പോവാതെ ഇത് മൂടി വെക്കണം. മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് തണുത്തിട്ടുണ്ടാവില്ലേ. അപ്പം നമ്മൾ ഒരു ബോട്ടലിൽ, നല്ല വെള്ളമൊന്നും ആവാത്ത കഴുകി വൃത്തിയാക്കിയ ഒരു ബോട്ടലിൽ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം നല്ല റോസ് വാട്ടർ നമുക്ക് തലയിൽ സ്പ്രേ ചെയ്യാം, മുഖത്തൊക്കെ തേക്കാം, എവിടെ വേണമെങ്കിലും അതിങ്ങനെ തേക്കുക, അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ.